പണി പോകുന്നില്ല എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ വർക്ക് ഫ്ലോയിൽ വന്ന വലിയൊരു ചേഞ്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നാട്ടിലുള്ള ഒരു ജിമ്മിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്ത ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നത് ലോക്കലിലാണ്. ഇപ്പോൾ ഒരു സ്റ്റീം ബാത്തിൻ്റെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റീം ബാത്തിൻ്റെത് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്ത റിക്വയർമെൻറ്റ് പ്രകാരം മെമ്പേഴ്സിന് മാത്രമായിരുന്നു. അപ്പോൾ അതിൽ സർവീസ് സെക്ഷനിൽ ഇവിടെ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞു ഈ സ്റ്റീം ബാത്ത് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരും വരും. അതായത് ഇപ്പോൾ ഓൽക്ക് മെമ്പറെ ആഡ് ചെയ്യാതെ തന്നെ പുറമേ ഉള്ള ഒരാൾക്കാർ ഇൻഫർമേഷൻ ജസ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ ഞാൻ ക്ലീൻ ആർക്കിടെക്ചറാണ് എപ്പോഴും ഫോളോ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ UI സൈഡ് ഉണ്ടാവും. അപ്പോൾ നോർമലി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആദ്യം ഡൊമൈനിൽ വന്നിട്ട് ഏതൊക്കെ എൻറ്റിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കണം. അതായത് ഡാറ്റാബേസ് സൈഡിൽ ഏതൊക്കെ ടേബിളിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവും, ഏതെങ്കിലും നള്ളബിൾ ആക്കേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം UI സൈഡിൽ മെമ്പർ വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അത് ചെയ്യേണ്ടി വരും. അപ്പോൾ നേരെ ക്ലൗഡ് കോഡിൽ വരുന്നു. ക്ലൗഡ് കോഡാണ് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രൊജക്ട്സിന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൻറ്റി ഗ്രാവിറ്റി. ഇപ്പോൾ ഞാൻ ക്ലൗഡ് കോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തത് തന്നെ ദർ ഇസ് എ റിക്വയർമെൻറ്റ് ചേഞ്ച്, നമ്മൾ സർവീസ് ഹിസ്റ്ററി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ എപ്പോഴും അത് മാനുവലി ടാഗ് ചെയ്യാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് നേരത്തെ മെമ്പേഴ്സ് ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അത് ക്ലയൻറ്റിന് നോൺ മെമ്പേഴ്സിനും കൂടി സർവീസ് ഹിസ്റ്ററി ക്യാപ്ചർ ചെയ്യണം. ഞാനെപ്പോഴും ആ ഫയലും കൂടി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ സെപ്പറേറ്റ് വിൻഡോ. ഞാൻ പ്ലാൻ മോഡ് കൊടുക്കുന്നു. പ്ലാൻ മോഡ് കൊടുത്തിട്ട് ദർ വിൽ ബി സം ക്വസ്റ്റ്യൻസ് ആസ്ക് ഫ്രം ക്ലൗഡ് കോഡ്. ഐ ആൻസർ ഇറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു കംപ്ലീറ്റ് പ്ലാൻ റെഡിയാവും. പ്ലാൻ റെഡിയാവുന്നതിൽ ഇവർ തന്നെ 2 പുതിയ ഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മെമ്പർ ID നള്ളബിൾ ആക്കുന്നു, നോൺ റിക്വയർഡ് ആക്കുന്നു, പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ ഈ പേയ്മെൻറ്റ് ഹെഡ് കൊടുക്കുന്നു. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞെങ്കിൽ ഇത് റൺ ചെയ്ത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആലോചിച്ച് നോക്കണം, നമ്മളൊരു ഡെവലപ്പറിൻ്റെ ഒരു 1 hour 2 hour നമ്മൾ എടുത്തിരുന്ന പണിയാണ് ഒരു 5 minute കൊണ്ട് ക്ലൗഡ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ എവിടെയെങ്കിലും നിങ്ങൾ AI യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു നീഡ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്, ഫോളോ ഫോർ മോർ.